ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിലെത്തി. 11:50 രാഷ്ട്രപതി സന്നിധാനത്തെത്തുക. റോഡ് മാർഗമാണ് യാത്ര. രാവിലെ പത്തനംതിട്ട പ്രമാണത്ത് രാഷ്ട്രപതിയുമായി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. ഹെലികോപ്റ്റർ തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചിത്രീകരിച്ച സ്ഥലത്തുനിന്ന് മാധ്യമങ്ങളെ ഒഴിപ്പിച്ചു. MG പ്രതീഷ് ചേരുന്നുണ്ട്, AV ജയശങ്കറുണ്ട്. ജയശങ്കറിലേക്ക് ആദ്യം വന്നു. ജയശങ്കർ, നമ്മൾ ഈ കാറൊക്കെ തള്ളുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ബസ് ഒക്കെ തള്ളുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഹെലികോപ്റ്റർ തള്ളുന്ന ആദ്യമായിട്ട് കാണുമോ ജയശങ്കർ? ഹെലികോപ്റ്റർ തള്ളുന്ന ദൃശ്യങ്ങളാണിത്. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ പല വണ്ടികൾ തള്ളുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ എല്ലാവരോടും ചേർന്ന് തള്ളി ഉരുട്ടി കയറ്റുന്ന പരിപാടി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് അവിടെയുള്ള മാധ്യമങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കുക, കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ. എനിക്കൊന്നും എല്ലാവരോടും തള്ളി, പോലീസുകാരും ഫയർ ആൻഡ് റെസ്ക്യൂക്കാരെല്ലാം കൂടെ തള്ളി ചെളിയിൽ പുതഞ്ഞ ഹെലികോപ്റ്ററിനെ പുറത്തേക്ക് നീക്കിയെന്നാണ് തോന്നുന്നതും. ജയശങ്കർ എന്നാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ ഹെലികോപ്റ്റർ തള്ളുന്ന ആദ്യമായിട്ട് കാണുമോ? അതേ അശ്മി, ഹെലികോപ്റ്റർ തള്ളുന്നത് നമ്മളൊക്കെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൗതുകവും അവിടെ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിയ ഹെലികോപ്റ്റർ ആ ഹെലിപാഡിൽ ഇറങ്ങുന്നു. അതിനുശേഷം രാഷ്ട്രപതി അവിടെ നിന്ന് പോകുന്നു. പിന്നാലെയാണ് ഇതിൻ്റെ ടയർ ഈ കോൺക്രീറ്റിൽ താഴുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇത് തള്ളി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ പ്രമാണത്തെ ഹെലിപാഡ് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമൻറ്റ് ഉൾപ്പെടെ ഉണങ്ങാനുള്ള സമയം ലഭിച്ചില്ല. ഇതാണ് ഇത്തരത്തിൽ ഈ ഹെലിപാഡിൽ ഈ ഹെലികോപ്റ്റർ താഴാനുള്ള കാരണമെന്നാണ് പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായി സുരക്ഷാ വീഴ്ച ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടവും മറ്റും പറയുന്നത്. കാരണം അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഹെലിപാഡിൽ H എന്ന അക്ഷരം വരച്ചിരുന്നു. അതിനനുസരിച്ച് ഈ ഹെലികോപ്റ്റർ ഇറക്കിയതിന് ശേഷം ലെവലാക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇത്തരം കാര്യത്തിൻ്റെ സാങ്കേതികത്വം അറിയില്ല. പക്ഷേ ഹെലികോപ്റ്റർ ഒന്നും ഇതുവരെ ഇങ്ങനെ നിർത്തിയതിന് ശേഷം ഏതെങ്കിലും ആളുകൾ വന്ന് തള്ളുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലേ പ്രതീക്ഷ, അതിനോട് മഴയൊക്കെ ആയിരുന്നല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കണം. സാധാരണ ഈ ഹെലികോപ്റ്ററിന്റെ ടയറൊക്കെ പൊതയൂ, അറിഞ്ഞൂടാ. അതായത് അശ്മി, ഈ രാഷ്ട്രപതിയുടെ സന്ദർശനം സംബന്ധിച്ച് ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനുമൊക്കെ അറിയിപ്പ് ലഭിച്ചതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അന്ന് മന്ത്രി VN വാസവനാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് നൽകുന്നത്. പിന്നീട് ഇത്രയും സമയമുണ്ടായിരുന്നു. ഈ സമയത്തിനിടയ്ക്ക് ഒരു പ്ലാൻ B ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പ്രമാണത്തെ ഹെലിപാഡ് ഈ സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സാധ്യതകൾ ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ മാത്രമാണ് ഈ ഹെലിപാഡിൻ്റെ പണികൾ ആരംഭിച്ചത്. ഇന്ന് രാവിലെ നമ്മളൊക്കെ എത്തുന്ന സമയത്താണ് ഈ അന്യസംസ്ഥാനത്തുനിന്ന് വന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഹെലിപാഡൊക്കെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമൻറ്റ് ഉണങ്ങാനുള്ള സമയം ഇതിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ഗുരുതര വീഴ്ച ഈ ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ അല്ല. അതിനപ്പുറത്തേക്ക് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് ഇവിടെ പറന്നിറങ്ങിയത്. എയർഫോഴ്സിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹെലിപാഡ് ഓക്കെയാണ്, ഇറങ്ങാൻ പറ്റുമെന്ന അനുമതി നൽകിയതിന് ശേഷമായിരിക്കാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് തിരിച്ചറിയാനായില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചറിയേണ്ടതാണ്. കാര്യം വരുന്നത് മറ്റാരുമല്ല, രാഷ്ട്രപതിയാണ്. അങ്ങനെ ഹെലികോപ്റ്റർ ഇതിപ്പോൾ രാഷ്ട്രപതി ഇറങ്ങിയതിന് ശേഷമാണ്. അതല്ലാതെ ഒക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അവർ നോക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഒരു ഹാസ്യമുളവാക്കുന്ന ദൃശ്യങ്ങളെന്ന് ഉറപ്പായും പറയാം. കാര്യം കാറൊക്കെ നമ്മൾ റോഡിലിട്ട് തള്ളി സ്റ്റാർട്ടാക്കുന്നത് പോലെ ഒരു ഹെലികോപ്റ്റർ എല്ലാവരും കൂടെ 1-2 കുറേ ആൾക്കാർ ചേർന്ന് തള്ളി കരക്ക് കയറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട ദൃശ്യങ്ങളിൽ അങ്ങനൊരു ദൃശ്യമില്ല. എന്തായാലും ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.